ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. PSC പരീക്ഷകളിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ് ചരിത്രം. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിന്ന് ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. 1857 വിപ്ലവം, അതായത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതാണ് ഇന്നത്തെ ക്ലാസ്സിലെ പ്രതിപാദ്യ വിഷയം. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് ഇതിനെ അറിയപ്പെടാൻ കാരണം ബ്രിട്ടീഷ് കമ്പനിക്കെതിരെ നാടിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നടന്ന ഒരു സംഘടിത കലാപമായിരുന്നു 1857 വിപ്ലവം. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് പറയുന്നത്. കാരണം ബ്രിട്ടീഷ് കമ്പനിക്കെതിരെ നാടിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നടന്ന സംഘടിത കലാപമായിരുന്നു 1857 വിപ്ലവം. അതുകൊണ്ടാണ് അതിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ സൈനികരെ ശിപായിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ സൈനികരായ ശിപായിമാരും ദത്തവകാശ നിരോധന നിയമം മൂലം അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരുമാണ് നേതൃത്വം നൽകിയത്. ഈ ശിപായിമാർ എന്ന ഇന്ത്യൻ സൈനികർ നടത്തിയ വിപ്ലവമായതുകൊണ്ട് ഇതിനെ ശിപായി ലഹള എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് ഇതിന് ശിപായി ലഹള എന്ന പേര് നൽകിയത്. മുഗൾ ഭരണത്തിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയ ഒരു വിപ്ലവമായിരുന്നു 1857 വിപ്ലവം. ഇത് പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. 1857 മെയ് 10 മീററ്റിലാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ഈ വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം മൃഗക്കൊഴുപ്പ്, അതായത് പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് അടങ്ങിയ പുതിയ തിരകൾ എൻഫീൽഡ് തോക്കിൽ നിറച്ച് ഉപയോഗിക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ ഇന്ത്യൻ സൈനികരെ നിർബന്ധിച്ചതാണ് ഈ വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം. ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് 1857 വിപ്ലവത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ വിപ്ലവത്തെ അങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? ബ്രിട്ടീഷ് കമ്പനിയുടെ നയങ്ങൾക്കെതിരെ നാടിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി, മോചനത്തിനു വേണ്ടി ആരംഭിച്ച ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു 1857 വിപ്ലവം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് 1857 വിപ്ലവത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ കാരണം, പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം മൃഗക്കൊഴുപ്പ് അടങ്ങിയ പുതിയ തിരകൾ നിറച്ച് എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കുവാൻ ഇന്ത്യൻ സൈനികരെ നിർബന്ധിച്ചതാണ് ഈ വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം. 1857 മെയ് 10 മീററ്റിലാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിൽ പങ്കെടുത്തവർ ഇന്ത്യൻ സൈനികർ, ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ സൈനികരായ ശിപായിമാരും ദത്തവകാശ നിരോധന നിയമം മൂലം അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇതിനെ ചപ്പാത്തി ലഹള എന്ന് വിളിക്കാറുണ്ട്. ചുവന്ന താമരയും ചപ്പാത്തിയും ഇത് രഹസ്യ കോഡായി ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ് ഈ വിപ്ലവത്തെ ചപ്പാത്തി വിപ്ലവം എന്ന് അറിയപ്പെട്ടത്.
ശിപായി ലഹള എന്ന് അറിയപ്പെടാൻ കാരണം ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ സൈനികരെ ശിപായിമാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അവരുടെ നേതൃത്വത്തിൽ നടന്ന സമരമായതുകൊണ്ടാണ് ഇതിനെ ശിപായി ലഹള എന്ന് അറിയപ്പെട്ടത്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് ഇതിന് ശിപായി ലഹള എന്ന പേര് നൽകിയത്. അതുപോലെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് കാരണമായ സമരമായിരുന്നു 1857 വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഇത്രയാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവത്തെ കുറിച്ച് ആമുഖമായി പറയാനുള്ളത്. ഇനി ഈ വിപ്ലവത്തിൻ്റെ വിവിധ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.